Hello friends, welcome back to our channel. We are back with a new episode of cooking. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ കാസർഗോഡ് എന്ന് പറയുമ്പോൾ തുളുനാടിൻ്റെ ഒരു പാട്ടാണ്. അപ്പോൾ ഞങ്ങൾ തുളുനാട്ടിലൊരു സ്പെഷ്യൽ കൾച്ചേഴ്സൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. അതിലൊരു കൾച്ചറാണ് ഈ കർക്കിടക വാവിൻ്റെ അന്ന് കഷായ പിന്നെ ഉലുവ കഞ്ഞി ഉണ്ടാക്കി കുടിക്കുക. അപ്പോൾ ഈ ഉലുവ കഞ്ഞി എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഹെൽത്തിന് നല്ലൊരു ഹെൽത്തി ഫുഡാണ്. അതല്ലാത്ത ഇന്ന് കർക്കിടകവാവിൻ്റെ അന്ന് അത് കഴിച്ചാൽ മെഡിസിനൽ ക്വാളിറ്റീസൊക്കെ അതിലുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ നോക്കാം. അതിനാദ്യം തന്നെ ഞാൻ 1 കപ്പ് റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. വൈറ്റ് റൈസ് എടുക്കാം. ഞാനിവിടെ സോൺ മസൂരി ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് റൈസ് വെള്ളത്തിലൊരു 15 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെക്കുക. പിന്നെ അത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി സോക്ക് ചെയ്ത് വെക്കുക കുറച്ച് നേരത്തേക്ക്. പിന്നെ ഞാനിവിടെ കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് കൊടുക്കുന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ 1 കപ്പ് റൈസ് സോക്ക് ചെയ്തത് കുക്കറിൽ ആഡ് ചെയ്തു. പിന്നെ ഈ 1.5 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്കിത് വെള്ളം ആഡ് ചെയ്ത് ഉണ്ടാക്കാം. പക്ഷെ അതിനേക്കാളും ബെറ്റർ ഞങ്ങൾ തേങ്ങാപ്പാൽ ലാസ്റ്റ് എളുപ്പമുള്ള പാലിൽ അത് കൊണ്ട് ഉണ്ടാക്കുന്നത് പിന്നെയും നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇവിടെ കോക്കനട്ട് മിൽക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഞാൻ ആ സെയിം ഗ്ലാസ്സിലാണ് 1 കപ്പ് റൈസ് എടുത്തത്. അപ്പോൾ അതിൽ 3 കപ്പ് തെളുപ്പായിട്ടുള്ള കോക്കനട്ട് പാൽ ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിന് ഞാൻ 1 സ്പൂണ് തേങ്ങാപ്പാൽ ഈ മിൽക്കിൽ മിക്സ് ചെയ്ത് അപ്പോൾ അതൊരു ഡൈല്യൂട്ടായിട്ടുള്ള കോക്കനട്ട് പാലിൻ്റെ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നുണ്ട്. അങ്ങനെ ഞാൻ 3 കപ്സ് ആഡ് ചെയ്തിട്ടുണ്ട് 1 കപ്പ് റൈസിന്. പിന്നെ ഞങ്ങളിത് കുക്കറിൽ വെച്ചുണ്ടാക്കുന്ന കൊണ്ട് 3 വിസിൽസാണ് വെക്കേണ്ടത്. എന്നിട്ട് ഞാൻ ഈ കുക്കറിൽ ഇങ്ങനെ ഞാനിപ്പോൾ ആഡ് ചെയ്ത പോലെ തന്നെ 3 കപ്പ് ആഡ് ചെയ്ത് ഞാൻ കുക്കറിൻ്റെ അടുപ്പ് അടിച്ചില്ല ആദ്യം ഇട്ടപ്പോൾ. എന്നിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചു. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ഗ്രേറ്റഡ് ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏലക്കം കൂടി ആഡ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഞാനൊരു 4 to 5 ഏലക്കം കൂടി പൊട്ടിച്ച് ആഡ് ചെയ്തു. പിന്നെ അതിലേക്ക് ഈ തിക്കായിട്ടുള്ള പാലും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചാൽ അത് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ ഇത് 3 വിസിൽ കഴിഞ്ഞ് ഞങ്ങളെ റൈസ് ഉലുവൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര ഏലക്ക പിന്നെ കുറച്ച് തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്തു. പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാം. നിങ്ങൾക്ക് കൺസിസ്റ്റൻസി എങ്ങനെയാണ് വേണ്ട അതിന് അനുസരിച്ചിട്ട് ചെയ്യാം. ഇത് നല്ലോണം തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയും കൂടി ആഡ് ചെയ്താൽ ഉലുവ കഞ്ഞി റെഡിയായി കിട്ടും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഈ ടൈപ്പിൽ ചെയ്തിട്ട് ഞാൻ ആദ്യമാണ് ട്രൈ ചെയ്യുന്നുള്ളത്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളിനൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഞാനിത് സെർവ് ചെയ്ത ശേഷം കൂടി 1 ടേബിൾ സ്പൂൺ ഗീ ഒന്നുകൂടെ ആഡ് ചെയ്തു. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്യ് ആഡ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ്, ലൈക്ക്, ഷെയർ. പിന്നെ ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കിട്ടുന്നവർ ടാറ്റാ ബൈ ബൈ.